ഞാൻ രണ്ട് ആലവട്ടം ഒരു ഫാൻസി ആലവട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറിജിനൽ സാധനം ഇങ്ങനെയൊന്നും അല്ല, നമ്മൾ ഫാൻസി ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഷോ പീസ് വെക്കാൻ പറ്റിയ ഒരു ആലവട്ടം ഉണ്ടാക്കിയേക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് തന്നെയല്ല ഇതിനകത്തുണ്ട് ഇവിടെ ഒരു സാധനം കൂടെ വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ മിസ്സാക്കാതെ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതിനകത്ത് എന്താ വരുന്നതെന്നും കാണാനൊക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, ഇന്ന് നമുക്ക് ഒരു ആലവട്ടം ഉണ്ടാക്കാൻ പഠിക്കാം. അത് നമ്മൾ ആലവട്ടം ഉണ്ടാക്കാനായിട്ട് ഒത്തിരി വലിയ കൂടിയ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നെറ്റിപ്പട്ടവും തിടമ്പും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് സാധനങ്ങൾ മതി ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതിന് ഉണ്ടാക്കാനൊരു ബേസ് വേണം. അതെന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഈ സാധനം നോക്കാം. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന സാധനം. ഇത് കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന ബേസാണ്, കേക്കിൻ്റെ ബേസാണിത്. ഇതിന് വലിയ കാശൊന്നും പറ്റില്ല. കേക്കിൻ്റെ സാധനങ്ങളൊക്കെ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകളിൽ ഈ സാധനം വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കേക്കൊക്കെ വാങ്ങിച്ച് അത് മുറിച്ച് കഴിയുമ്പം അതിൻ്റെ ബേസ് എടുത്ത് വൃത്തിയായിട്ട് കഴുകിയെടുത്താലും മതി. ഇതിൻ്റെ തന്നെ പല സൈസിൽ റൗണ്ട് തന്നെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് കിട്ടും. അതുപോലെ സ്ക്വയറും കിട്ടും. ഇതിലേതാണ് ആലവട്ടം ഉണ്ടാക്കാൻ വേണ്ടുന്നത് റൗണ്ട് തന്നെയാണ്. അതുപോലെ സ്ക്വയർ നമ്മൾ വാങ്ങിക്കാമെങ്കിൽ അതുപോലെ പല ക്രാഫ്റ്റുകളും നമ്മൾ ചെയ്യാനൊക്കും. എല്ലാവരും സാധാരണ ബൈൻഡ് കട്ട് ചെയ്തും ഒക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കാർഡ്ബോർഡും ബൈൻഡും കട്ട് ചെയ്ത്. ഇതാകുമ്പോൾ നല്ല കട്ടിയുണ്ട്, പെട്ടെന്ന് മടങ്ങി പോകത്തില്ല നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ വളരെ കുറഞ്ഞ തുക ചാർജ് വരത്തുള്ളൂ ഇതിന്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാൽ നമുക്ക് ചെയ്യാനൊക്കും. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് വീഡിയോ നോക്കിയിട്ട് അറിയാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ട ഈ ബൈൻഡിലേക്ക്, ഈ ബേസിലേക്ക് നമ്മൾ ബൈൻഡോ ബേസോ എടുക്കുക വെച്ചാൽ അതിലോട്ട് ചുമന്ന പട്ടാണ്. ചുവപ്പ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ വെക്കാം. ചുവപ്പാണ് കാണാൻ ഭംഗി. ഇത് ഉണ്ടാക്കുന്ന ഫാൻസിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ നെറ്റിപ്പട്ടത്തിൻ്റെയും തിടമ്പിൻ്റെ ഒക്കെ സാധനങ്ങൾ മതിയാണ്. നമ്മൾ ഒറിജിനലായിട്ടൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഒറിജിനൽ വെച്ചാൽ ആലവട്ടം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത് ശരിക്കും മയിൽപ്പീലിയുടെ തണ്ടൊക്കെ വെച്ചാൽ ഇച്ചിരി ജോലിയാണ് ഉണ്ടാക്കാൻ. മയിൽപ്പീലി തണ്ടൊക്കെ കിട്ടാൻ പാടായതുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ രീതിയിലാണ്. നമുക്ക് ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ബാക്കിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുമ്പോൾ ഈ ഇങ്ങനത്തെ തുണി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് വേണം നമുക്കിത് ഒട്ടിക്കാൻ. അപ്പം നമുക്കിനി അത് ഒട്ടിക്കാൻ തുടങ്ങാം. ഒട്ടിക്കാനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഈ തുണി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഫെവി ബോണ്ട് തന്നെയാണ് വെക്കുന്നത്. ഫെവി ബോണ്ട് ഒട്ടിച്ചിട്ട് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് എടുത്തില്ലെങ്കിൽ ഇതേ പശ ഈ തുണിയെ നിറം പറ്റിയിരിക്കും. പക്ഷെ അത് ബാക്കി സാധനം ഒട്ടിക്കുമ്പോൾ അതങ്ങ് മാഞ്ഞോളൂ. ഈ തുണി ഇങ്ങനെ ഇതിലോട്ട് ഒരേപോലെ അപ്പുറം വരത്തക്ക രീതിയിൽ അങ്ങോട്ട് വെക്കണം. വെച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ മടക്കിയാണ് ഒട്ടിക്കേണ്ടത്. ഇത് ഒട്ടും ചുളിവില്ലാതെ കറക്റ്റായിട്ട് ഇങ്ങനെ നൂത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ താഴ്ഭാഗം എങ്ങനെ ഒട്ടിക്കും നോക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ഈ ബൈൻഡ് ഈ ബൈൻഡ് കട്ടാവാതെ ശ്രദ്ധിച്ചിടണം ഒട്ടിക്കാൻ. നല്ല ഈ ടിപ്പ് വരെ മുറിയുന്ന കത്രിക ഉണ്ടെങ്കിൽ അത് ചെയ്യാനൊക്കത്തുള്ളൂ. ഒട്ടും ബൈൻഡ് കട്ടാവാതെ ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് താഴെ ഒട്ടും മടക്കില്ലാതെ ഒട്ടിക്കാനൊക്കത്തുള്ളൂ. എല്ലാ വശങ്ങളും തന്നെ ഇതുപോലെ കട്ട് ചെയ്ത ബൈൻഡിലൊട്ട് പറ്റാതെ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ അതാണ്ട് നമ്മളിതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ഇതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക്, ഇവിടെ ഒട്ടും ചുളിവ് വരാത്ത രീതിയിൽ ഇതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഈ ബാക്കിൽ ഒട്ടിക്കുമ്പം ചുളിവ് ഒട്ടും വരരുത്. വേണ്ടിയിട്ടാണ് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടേക്ക്. അതിൻ്റെ ഇങ്ങനെ ഫുള്ള് ഈ ഫെവി ബോണ്ട് തന്നെ ഇട്ട് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇളകി പോകാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഒരെണ്ണം ഞാൻ കാണിക്കാം. ഈ തുണിയിലോട്ട് ഇങ്ങനെ പശ പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ വലിച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം.
വീഡിയോയ്ക്ക് നീളം കൂടുന്നൊക്കെ എല്ലാവരും പറയും, എന്നാലും ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ കാണിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ പലർക്കും ഉപകാരം വന്ന് എന്നെ വിളിച്ചും പേഴ്സണലായിട്ടൊക്കെ പറയാറുണ്ട്. എന്നിട്ട് പൊട്ടും ചുളിവില്ലാതെ നമ്മളിങ്ങനെ ഒട്ടിക്കും. ഇതുപോലെ ഇതായി പീസുകളെല്ലാം ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ ഈ സൈഡ് നമ്മൾ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞു. ചുളുക്കൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുത്തു. അത് ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഇങ്ങനെ വരും ആ ഒട്ടിച്ച ഭാഗം. അത് മറയ്ക്കാൻ വേണ്ടി നമ്മൾ വേറൊരു തുണി, അത് നല്ലത് വേണമെന്നില്ല, കുറഞ്ഞ വെൽവെറ്റ് ഇട്ട് അതായാലും മതി, അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഈ മൊത്തത്തിൽ ഇതിനകത്ത് ഇവിടെ ഈ നിൽക്കുന്ന പോലെ ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ്, അതുപോലെ ഇച്ചിരി ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതിനെ റൗണ്ടായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇതിൽ ഒട്ടിച്ചെടുക്കാൻ. നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം അതിനെ. ഇപ്പോൾ ഏതാണ്ട് നമ്മളിതിനെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട് ഇതിൻ്റെ സൈഡിൽ വെളിയിലേക്ക് പോകരുത്, ഇതിനകത്ത് തന്നെ നിൽക്കണം. ഇതിനുള്ളിൽ നിൽക്കത്തക്ക രീതി വേണം നമുക്ക് ഇതിനെ റൗണ്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്കതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കാം. നല്ലപോലെ തേച്ച് കൊടുക്കണം, നല്ലപോലെ ഒട്ടിയിരിക്കണം. അത് ഞാൻ നമ്മളിപ്പോൾ അതിനെ പശ നല്ലപോലെ തേച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, ഒട്ടും വെളിയിൽ പോകരുത്. ഈ അകത്തേക്ക് ഒട്ടിച്ച ഭാഗം നമ്മൾ വെളിയിൽ കാണാതിരിക്കാനും അത് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ലപോലെ പശ തേച്ചതിനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ഉണങ്ങി കയറ്റുന്ന ബാക്കി വർക്ക് നമുക്ക് ചെയ്യാം. എന്നിട്ടിപ്പോൾ ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടും അറിയത്തില്ല. ബാക്കിലും നമ്മൾ ഒട്ടിച്ച ഭാഗം അറിയാത്ത പോലെ അതേ തുണി കൊണ്ടായപ്പോൾ ഒട്ടും അറിയത്തില്ല. വേറെ തുണിയായാലും കുഴപ്പം, വേറെ ചുമപ്പ് തുണിയായാലും മതി, കുറഞ്ഞ വെൽവെറ്റ് ഇട്ട് അതായാലും മതി, അത് വെച്ചുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് ഈ ഐഡിയാസൊക്കെ ഇവിടെ കിട്ടുന്നത് വെച്ചാൽ നമ്മൾ ഈ എക്സിബിഷനുകൾക്കൊക്കെ പോകുമ്പോൾ, ചില എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഞാനത് കണ്ടുപഠിക്കും. അങ്ങനെയാണ് കൂടുതൽ ഇട്ടുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെ പോകുന്നവർ കണ്ടുപിടിക്കാമെങ്കിൽ ഇത്രയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് എന്തൊക്കെ ചെയ്യാമെന്നുള്ള നമുക്കൊരു ഐഡിയ ഏകദേശം കിട്ടും. നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഓരോ ഐഡിയ വെച്ച് ഓരോരോ സാധനങ്ങൾ, ഇത് ആലവട്ടം മാത്രമല്ല, നമുക്ക് ഓരോ ക്രാഫ്റ്റ് ഐറ്റംസും പൂക്കളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഓരോ സാധനം വെച്ച് ഉണ്ടാക്കാനൊക്കെ. അതിന് ഓരോ വീഡിയോ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള പറഞ്ഞുതരാം. നേരത്തെ 1-2 ചെയ്തിട്ടുണ്ട്, അതുകൂടെ കാണാൻ ശ്രമിക്കാം. നമുക്കിത് ഉണങ്ങിയ ശേഷം ഇതിൻ്റെ ബാക്കി വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒട്ടിച്ച് വെച്ച വെൽവെറ്റൊക്കെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആദ്യം വെക്കേണ്ടത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. ഇതിൻ്റെ നമ്മുടെ നാഗപടം. ഇത് നമ്മുടെ തിടമ്പിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അത് നമുക്കിങ്ങനെ അടുക്കി ഇതിൻ്റെ ബോർഡർ അല്ല ആ ചുമന്ന തുണി ബോർഡർ വരത്തക്ക ലെവൽ വരത്തക്ക രീതിയിൽ, ആ ബോർഡർ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു റൗണ്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അത് ഞാൻ അതും ഫെവി ബോണ്ട് വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ഫെവി ബോണ്ട് ഒട്ടിക്കുന്നതാണ് ഒട്ടാൻ നല്ലത്. ഇതുപോലെ ഒരു ലെവലായിട്ട് ഒട്ടിക്കണം. ആദ്യം നമുക്കിതിനെ റൗണ്ട് ചെയ്ത് വെച്ച് ഓരോന്നോരോന്ന് ഒട്ടിക്കാമെങ്കിൽ ആ ലെവൽ ഒരുപോലെ ഇരിക്കും. നമുക്ക് ആദ്യം പരക്കി വെക്കാം. അപ്പോൾ വേണ്ട, ഞാനിതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒട്ടിച്ചിട്ടില്ല. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം ആദ്യം, എന്നാലേ എൻ്റെ ലെവൽ ശരിയായിട്ട് എല്ലാം കറക്റ്റായിട്ടിരിക്കത്തുള്ളൂ. ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് വന്ന് നമുക്ക് ഫില്ല് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ വേണ്ടത് എല്ലാം അറേഞ്ച് ചെയ്തെല്ലാം ഒരുപോലെ ആക്കിയിട്ടുണ്ട്. ഇനിയും നമുക്കിതിനെ ഓരോന്നിനായിട്ട് ഒട്ടിച്ചെടുക്കാം. 2 ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്, അടുത്തടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഏറ്റവും വെളിയിൽ നിന്ന് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ അകത്തൊരു ഇത് വരും, പടം, ഒരു ചെറിയൊരു കൃഷ്ണൻ്റെ ചെറിയ ഐഡൽ വരും. അത് നേരെ നടുക്കാവണമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഒട്ടിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ ഇനി ഒട്ടിച്ചോണ്ട് വരാം ഇത്. ഇപ്പോൾ വേണ്ട, നമ്മൾ ആ നാഗപടം മുഴുവൻ വെച്ച് കഴിഞ്ഞു. ഇനി അതിനകത്ത് വെക്കുന്നുണ്ട് ഈ ഇതാണ് ഹാഫ് ബീഡ്സാണ്, ഹാഫ് ബീഡ്സ് അല്ല ബോൾസാണ്. അത് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ബോർഡർ കൊടുക്കുന്ന സാധനം. അത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അതിൻ്റെ തന്നെ ഗ്യാപ്പ് ഫില്ലിങ് വലിയ ബീഡ്സ് ഇത് വെക്കും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ കുഞ്ഞ് ആ ഗ്യാപ്പ് ഫില്ലിങ് തന്നെ ചെറുത് അത് നമ്മൾ വെക്കും ഇങ്ങനെ. അത് ഇത്രയും വെച്ചതിന് ശേഷം നമുക്കിനി അടുത്ത എന്താണെന്ന് നോക്കാം. എല്ലാം ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു ഇരിക്കേണ്ട, ഒട്ടിക്കുന്നതിനേക്കാൾ നല്ലത് ഒട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇത്, രണ്ടാമത് അതിൻ്റെ ചെറുത്, മറ്റേ കുഞ്ഞ് ബീഡ്സാണ് വെക്കുന്നത്.
അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പും കൂടെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയ ആലവട്ടം ഇത്രയും വരെയായി. അയ്യോ, ഇത് ഒട്ടിച്ച് വെച്ചേക്കുമല്ല, അതുകൊണ്ട് ഇത് ഇത്രയും ഭാഗം ഞാൻ ഒട്ടിച്ചിട്ടില്ല, ഇവിടെ വരെ ഒട്ടിച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ തിടമ്പിൻ്റെ വെക്കുന്ന സാധനമാണിത്, നാഗപടം. ഇത് നെറ്റിപ്പട്ടത്തിന് ബോർഡർ വെക്കുന്നത്, ഇത് അതിൻ്റെ തന്നെ വലിയ നെറ്റിപ്പട്ടമാണ് അകത്തൊട്ടിക്കുന്നത്. ഇത് അതിൻ്റെ ഗ്യാപ്പ് ഫില്ലിംഗ് ബീഡ്സ് 2 സൈസുള്ള വലുതും ചെറുതുള്ളത് വലിയത്. ഇനിയുള്ളതുണ്ട് ഇത് നമ്മുടെ തിടമ്പിൻ്റെ പൂവാണിത്. ഇത് നമുക്ക് ചെറുതായിട്ട് ചെറിയ പൂവാണ് വെക്കുന്നത്, അത് വെക്കണം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഗ്ലാസ്, നമുക്ക് ഫാൻസി സെൻറ്ററിലൊക്കെ നമ്മൾ ബ്ലൗസിലൊക്കെ ഗ്ലാസ് വെച്ച് തയ്ക്കത്തില്ല, അതിനായിട്ട് വെക്കുന്ന സാധനമാണിത്. ഗ്ലാസ് വർക്ക് ചെയ്യാൻ വെക്കുന്ന സാധനമാണ്. ഇതിന് പല വലുപ്പത്തിൽ കിട്ടും, ഞാൻ ഈ വലുപ്പത്തിലാണ് വെക്കുന്നത്. പിന്നെ ഇനി നമ്മൾ വെക്കുന്നത് ഇതിൻ്റെ ചെറിയ ബീഡ്സ് ആണ് വെക്കുന്നത്, ഹാഫ് ബീഡ്സ് തന്നെ. ഇതിൻ്റെ ചെറുതുണ്ട് നെറ്റിപ്പട്ടത്തിൻ്റെത്, ഇതിനേക്കാൾ ചെറിയ ഗ്യാപ്പ് ഫില്ലിംഗ് ബീഡ്സ്, അത് നമ്മൾ ഇതിനകത്ത് വെക്കും. ഇനി അത്രയും ഒട്ടിച്ചതിന് ശേഷം നമുക്കിനി ബാക്കി കാണാം. ഇത് ഒട്ടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ നെറ്റിപ്പട്ടമൊക്കെ ഒട്ടിക്കുമ്പം അത് മൊത്തത്തിൽ പശ ഞാൻ ഒട്ടിക്കുന്നത് മൊത്തത്തിൽ ഇങ്ങനെ പശ ഇങ്ങനെ പുരട്ടിയിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതിലങ്ങ് ഒട്ടിച്ചാൽ കാഴ്ചയ്ക്ക് വൃത്തികേടാവും. അതുകൊണ്ട് നമ്മൾ ഓരോന്നെടുത്ത് അതിലിട്ട് പശ ഇങ്ങനെ തേച്ച് വേണം ഒട്ടിക്കാൻ. ഇച്ചിരി റിസ്ക്കാണത്, നമ്മുടെ കയ്യിലൊക്കെ പശയാകും. വളരെ സൂക്ഷിച്ചൊട്ടിക്കണം, ഇങ്ങനെ വളരെ സൂക്ഷിച്ചൊട്ടിക്കണം. അത് മറ്റേ തുണിയോ മറ്റു ഭാഗങ്ങളിലെങ്ങും പറ്റാതെ വളരെ സൂക്ഷിച്ച് വേണം നോക്കി ഒട്ടിക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഗ്ലാസും ഇതും മറ്റേ ഈ ചെറിയ ബീഡ്സും ഒട്ടിച്ചതിന് ശേഷം അടുത്ത എന്താണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ആലവട്ടം തന്നെ ഇത്രയും വരെ ആക്കിയിട്ട് ഇത്രയും വരെ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇത് നമ്മുടെ നെറ്റിപ്പട്ടത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഗ്യാപ്പ് ഫില്ലിംഗ് ബീഡ്സ് തീരെ ചെറുതായിട്ടുള്ളത് അതുവരെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് സമയത്ത് മയിൽപ്പീലിയാണ് വെക്കുന്നത്. ഇതിന് നടുക്കൊരു സാധനം വരും, അതിന് ചുറ്റുമായിട്ട് ഒരു 4 റൗണ്ട് 5 റൗണ്ട് മയിൽപ്പീലി തണ്ട് റൗണ്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ മയിൽപ്പീലി അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആക്കി വെക്കുന്നത്. ഫാൻസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നമുക്ക് കൊച്ചതിലൊക്കെ ഉണ്ടാക്കുന്നത്. ഒറിജിനൽ ഉണ്ടാക്കുമ്പോൾ മയിൽപ്പീലി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിനി ഇതിനകത്ത് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് അതുണ്ട്, ഈ ചൂരൽപ്പൊളി ഒരു റൗണ്ട് അടുപ്പിച്ചിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇതുപോലെ ഈ ഒരു റൗണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം. അങ്ങനെ നമ്മുടെ ആലവട്ടം എല്ലാം ഏറെക്കുറെ കംപ്ലീറ്റ് ആയി. മൊത്തമായെന്ന് പറയാനൊക്കത്തില്ല. ഇതിനകത്തൊരു സാധനങ്ങൾ വരും, എന്താണെന്നല്ലേ, രണ്ടൊരു കുഞ്ഞ് എന്താ ഒരു കൃഷ്ണൻ്റെ ഐഡൽ ചെറുതരണം. അത് വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം ഇതിൻ്റെ താഴെ. കാരണം ഇവിടെ ഒരു പടിയുണ്ട്, ആ പടിയുള്ളത് ഉള്ളിലോട്ട് പോകത്തൊക്കെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. ആ ഗ്യാപ്പ് ഉണ്ടാക്കിയ ശേഷം നമുക്കിനി അതിനകത്ത് ഫിറ്റ് ചെയ്യാതെ. അപ്പോൾ അതിനാദ്യം ആ ഗ്യാപ്പ് ഉള്ളതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം. ആ ഗ്യാപ്പിൻ്റെ ഈ സ്ഥലത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം, എന്നാലും അവിടെ കട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. ചെറിയൊരു കട്ടിങ് മതി. അപ്പോൾ നമുക്ക് ഇത് തന്നെ വേണം, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വേണം വെക്കാം. അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ വലിയ കുമിളയില്ലേ, അതൊരെണ്ണം വേണമെങ്കിലും വെക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ. എൻ്റെ കയ്യിൽ നല്ലൊരു ഐഡിയ വരുന്നതുകൊണ്ട് ഞാനത് വെക്കുകയാണ്. അപ്പം നമുക്കിനി അതോടെ വെച്ചതിന് ശേഷം അതിൻ്റെ ഫൈനൽ രൂപ ഇങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം വേണ്ട നമ്മുടെ ആലവട്ടത്തിൻ്റെ ആ നടുക്ക് കൃഷ്ണൻ്റെ ഐഡിയോൾ വെക്കാനുള്ള സ്ഥലം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഇവിടെ ഒരു ചെറിയ ഹൈറ്റ് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് വെച്ചേക്കുന്നത്. അത് നമുക്കിനി ഇതിനകത്തേക്ക് തന്നെ ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം ഇത് റെഡിയായി, ഇത് കംപ്ലീറ്റ് പണിയാവും. അത് വെക്കുന്നതിന് മുമ്പായിട്ട് വെക്കുന്നത് ഈ ഹോൾ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കുറച്ച് ഗമ്മ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ്, ഇവിടെ സൈഡും നമ്മൾ ഇച്ചിരി അങ്ങ് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ, ആ ബോർഡറോട് അതുപോലെ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത് ഇളകിപ്പോവും. അവിടെയൊക്കെ ഗമ്മ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഒട്ടി വന്നതിന് ശേഷം എടുക്കാവുള്ളൂ. നല്ലപോലെ അത് ഗം ഫിക്സായി വരണം. നമ്മൾ ഇതുപോലത്തെ ഐഡോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനത്തേത്. അതാണെങ്കിൽ ഇങ്ങനെ കുഴി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ സൈഡിൽ തന്നെ പശ പുരട്ടി അതിലോട്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചാൽ മതി. ഇത് ഞാൻ വെക്കാനെന്ന് പറഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ള, അപ്പോൾ ഇതിൻ്റെ വലിപ്പത്തിനൊക്കെ കൂടുതലായിട്ട് വരും. വലിയ റൗണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വെക്കാം, ഈ ഐഡോൾ വെക്കാം. ചെറിയ റൗണ്ടാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചെറിയ തിടമ്പിൻ്റെ നെറ്റിപ്പട്ടത്തിൻ്റെ ചെറിയ കുമിളകളുണ്ടല്ലോ, ആ കുമിളകളിൽ പറ്റുന്ന കുമിളകളുണ്ട്, അതേതെങ്കിലും ഒരെണ്ണം വെച്ചാലും മതി. അപ്പം നമ്മുടെ
4 വട്ടം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു ഹാങ് റെഡിയാക്കണം. ഇത് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ബാക്കിൽ ഹാങ് വെച്ചാൽ ഇത് ചിലപ്പോൾ താങ്ങത്തില്ല, പറഞ്ഞു പോലും. അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണും 2 ചരട് വെച്ചിട്ട് അതിനെ നോക്കി ഇങ്ങനെ ഹാങ് ചെയ്യണം. അതുകൂടാക്കി ഫിനിഷാക്കിയിട്ട് ലാസ്റ്റുള്ള ഫോട്ടോ ഞാൻ ഇടാം.